ഗ്ലോറിഫൈഡ് ആണ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് ഇനി ജയരാജ് പറഞ്ഞ മറ്റൊരു സംവിധാനത്തിന്റെ കാര്യം, ഭാഗത്ത് NIA ആണല്ലോ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ NIA അല്ലേ ഇവിടെ പരാജയപ്പെട്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അപ്പോൾ സംസ്ഥാന ഇന്റലിജൻസിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിനേക്കാൾ മുകളിലാണല്ലോ NIAക്ക് എന്തുകൊണ്ട് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ഇത്രയും നാളുമെന്നാണ്. അല്ല, ഞാൻ അത് ആദ്യം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഏതാണ്ട് ഒരു 1.5 പതിറ്റാണ്ട് 13 വർഷം കഴിഞ്ഞു. അപ്പോൾ 1.5 പതിറ്റാണ്ട് സമയത്തോളം NIA ഏറ്റെടുത്തതിന് ശേഷം പോലും ആ കേസിൽ പ്രധാനപ്പെട്ട കുറ്റവാളിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അത്രയും സമയം വേണ്ടി വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ അന്വേഷണത്തിനെയും കുറ്റം പറയാൻ കുഴപ്പമില്ല. പക്ഷേ അവരുടെ അന്വേഷണത്തിനെ മാത്രമേ നമ്മൾ കുറ്റം പറയൂ. ഈ കേസ് NIA ഏറ്റെടുത്തത് കൊണ്ട് മട്ടന്നൂരിൽ ഒരാൾ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അന്വേഷിക്കില്ല, ഞങ്ങളത് അറിയില്ല, ഞങ്ങളത് ചോദിക്കാൻ പോകില്ല, ഞങ്ങൾ അതിനെപ്പറ്റി അറിയില്ല, അവരെ ഞങ്ങളെ അടുപ്പിക്കാത്തതുകൊണ്ട് ഞങ്ങളത് ചോദിക്കില്ല എന്ന് പറയുന്നത് എന്തിൻ്റെ ന്യായമാണ്? ഇവിടെ സാമൂഹ്യ സുരക്ഷയും നീതിയും ഒക്കെ പറഞ്ഞുകൊണ്ട് ശ്രീ ജയരാജ് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചർച്ചയിലൊന്നും നിൽക്കില്ല. ഇവിടെ വളരെ വലിയ വിവാദമായിട്ടുള്ള ഒരു മാനഭംഗ കേസ് ഉണ്ടായിരുന്ന സമയത്ത് അതിലെ പ്രതിയായിട്ടുള്ള VIP-യെ കൈവിലങ്ങ് വെച്ചുകൊണ്ട് ഇവിടെ തെരുവിൽ നടത്തിപ്പിക്കും എന്ന് പറഞ്ഞതൊക്കെ തന്നെ ആരാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഞാനപ്പോൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കണം. അതായത് താങ്കൾ പറഞ്ഞു ഇപ്പോൾ തടിയൻ്റെ നസീർ ഇവിടെ ആയിരുന്നില്ല, മറ്റൊരു സ്ഥലത്തായിരുന്നു എന്ന്. പക്ഷേ ശ്രീ ജയരാജ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സ്റ്റേറ്റ് പോലീസ് ചീഫാണ് പറഞ്ഞത് ഇവിടെ തീവ്രവാദികളുടെ സ്ലീപ്പർ സെൽ പ്രവർത്തിക്കുന്നുവെന്ന്. തമിഴ്നാട്ടിലുണ്ടായിരുന്നതോ അല്ലെങ്കിൽ കർണാടകയിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള പോലീസ് ചീഫ് അല്ല അത് പറഞ്ഞത്. മുൻ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതാണല്ലോ. പറഞ്ഞ കാര്യമല്ലേ ഇത്? VS അച്യുതാനന്ദൻ പറഞ്ഞത് ഇവിടെ റാഡിക്കലൈസേഷൻ നടക്കാനുള്ള ഒരു തീവ്രമായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. അടുത്ത 20 വർഷത്തിനുള്ളിൽ കേരളത്തിനെ ഒരു മുസ്ലിം മെജോറിറ്റിയായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞിരിക്കുന്ന പിന്നെ ഇടതുപക്ഷത്തെ തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് ശ്രീ VS അച്യുതാനന്ദനല്ലേ പറഞ്ഞത്. പിന്നെ നമ്മൾ ഈ പറയുന്ന ഈ നമ്മുടെ സിവിൽ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നിന്നിട്ട് ഈ തീവ്രവാദത്തിനെ പറ്റി എതിർക്കാൻ പോകേണ്ടത് ആർക്കാണ്? നമ്മളിപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അബ്ദുൽ നാസർ മദനിയൊക്കെ വിളിച്ചിരുത്തി ഒപ്പം വരുന്ന ആൾക്കാരുടെ അടുത്താണോ നമ്മൾ പോയി പറയുന്നത് ചേട്ടാ അതെ തടിയൻ്റെ ഇവിടെ നസീർ അവിടെ ഇരിക്കുന്നുവെന്ന്? അപ്പോൾ എന്ത് രീതിയിലുള്ള പ്രതികരണമാണ് ഇവിടെ നിന്നൊക്കെ ഉണ്ടാകാൻ പോകുന്നത്? അപ്പോൾ ഇതിൽ പല കാര്യങ്ങളും നോക്കൂ. ഇത് നമുക്ക് പൊളിറ്റിക്സ് വെച്ച് ന്യായീകരിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. നമുക്കിപ്പോൾ NIAയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ വീഴ്ചയാണ് എന്ന് പറയണം. പക്ഷേ NIAയുടേത് മാത്രം വീഴ്ചയാവുകയും കേരള പോലീസിൻ്റേത് വീഴ്ച അല്ലാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു തിയറി ഇവിടെ ഇല്ല. അതിന് ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഏതൊക്കെ വിഷയങ്ങൾ ഇതുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത അയോധ്യ വിധിയിലേക്ക് വരെ അദ്ദേഹം പോയി. അദ്ദേഹം അതൊരു കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവസാന നിമിഷം ഉണ്ടായിരുന്ന ക്ലൈമാക്സിലെ ഒരു മാറ്റം ഞെട്ടിപ്പിക്കുന്ന മാറ്റമാണ് എന്ന് പറഞ്ഞതാണ്. താങ്കൾ മാത്രമല്ല, ഞാൻ അന്ന് ലൈവായിട്ട് ഈ വിധി പ്രസ്താവന നടക്കുന്ന സമയത്ത് ചാനലുകളിൽ ലൈവായിട്ട് ഇരുന്നു കൊണ്ട് അത് കണ്ടുകൊണ്ട് പ്രതികരിച്ചുകൊണ്ടിരുന്നയാളാണ്. പക്ഷേ ചില സിനിമ കാണുമ്പോൾ ചില ആൾക്കാർക്ക് ഉറങ്ങിപ്പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാകും. താങ്കൾ ഒരുപക്ഷെ ആ സിനിമ നടക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോയിട്ട് അവസാനം ക്ലൈമാക്സ് ആയപ്പോഴായിരിക്കും ഉണർന്നത്. അത് കേട്ടിരുന്ന എനിക്കറിയാം. അതിലൊരു ഘട്ടത്തിലും ഈ പറഞ്ഞിരുന്ന കാര്യം ഒന്നും തന്നെ പറഞ്ഞില്ല. അതിൽ പറഞ്ഞിരുന്നത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഫസ്റ്റ് ഒറിജിൻ എവിടെയാണ് എന്നുള്ളതിനെ പറ്റി മാത്രമായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്ന് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഡിബേറ്റിലേക്ക് അതിനെ ഉപയോഗിക്കുക എന്ന് പറയുന്നതൊക്കെ വെറുതെ സമയം കളയാം എന്നതിനപ്പുറത്തേക്ക് ഞാൻ ചോദിക്കുന്നത്, മടയൻ എന്ന് ഒരാളിനെ വിളിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഈ പറയുന്ന ആൾക്കാരിൽ പല ആൾക്കാർക്കും സ്വീകരണം നൽകിയിരിക്കുന്ന ഈ തെറ്റായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു സംവിധാനത്തിനെ ഒരിക്കലും കുറ്റം പറയാതെ സിവിൽ സൊസൈറ്റിയുടെ മാത്രം കുറ്റമാകുന്നത് എന്താണ്? അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? സദാചാര പോലീസ് ആവണം ആൾക്കാരെല്ലാം എന്നാണോ? ഒരു ലൊക്കാലിറ്റിയിൽ ഒരാൾ വരുന്ന സമയത്ത് നമ്മൾ ഇവരെ അങ്ങ് ക്രോസ് ചെയ്തേക്കാം, ഇവർ ആരാരെ ഏതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അഡീഷണൽ ജാഗ്രത സിവിൽ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ജാഗ്രത എന്നത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ ഒരു സംശയം ഒരാളിന് ഉണ്ടായാൽ പോലും അതിനെപ്പറ്റി അവിടെയുള്ള ഒരു വാർഡ് മെമ്പറോടോ പോലീസിനോടോ പറയാൻ ഏതെങ്കിലും ഒരാൾ ഭയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് അതായത് മടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയം കൊണ്ടല്ല എന്നെങ്ങനെ കരുതാൻ കഴിയും? അങ്ങനെ ഒരാൾ അവിടെ കഴിയുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പാർട്ടി ഗ്രാമത്തിൽ വളരെയധികം രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനമുള്ള ഒരു മേഖലയിൽ ഒരാൾ ഈ രീതിയിൽ സംശയാസ്പദമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ എത്രയോ ആൾക്കാർക്ക് സംശയം തോന്നിയിട്ടുണ്ടാകാം. ഇപ്പം തന്നെ ആൾക്കാർ പറയുന്നില്ല അയാളുടെ ജീവിത രീതി നോക്കിക്കഴിഞ്ഞാൽ അയാൾ ആരോടും തന്നെ ഇടപെടുന്നില്ല, അയാളെന്നല്ല അയാളുടെ വീട്ടുകാർ പോലും ഇടപെടുന്നില്ല. അങ്ങനെ ഒരു കുടുംബം മുഴുവൻ അന്തർമുഖരായിട്ട് കഴിയുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് സംശയമുണ്ടാകും. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള സംശയം ഉണ്ടാകുന്ന സമയത്ത് പോലും അവിടെ ഒരു ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും രീതിയിൽ ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടോ ഇത് പോലീസിന്റെ റഡാറിലേ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. NIA ഒരു പക്ഷേ ഇത്രയും വൈകിയെങ്കിലും അന്വേഷിച്ചിരുന്നു, ഈ കേസിന്റെ പിന്നിലായിരുന്നു എന്നതുകൊണ്ടാവുമല്ലോ ചുരുങ്ങിയത് ഇപ്പോഴെങ്കിലും അറസ്റ്റ് ചെയ്തത്. അത് മാത്രമല്ല ഈ കോടതി തന്നെ ചോദിച്ചതാണല്ലോ ഒന്നാം പ്രതി എവിടെയെന്ന ചോദ്യം കോടതി ഉന്നയിച്ചതാണ്. അപ്പോൾ ഒരു മറുപടി കൊടുക്കാനില്ലായിരുന്നു. ഒരു സെക്കൻഡ് ഇത് ഈ ഒരു വിഷയം വിട്ടേക്കൂ, ഈ ഒരു വിഷയം വേണ്ട. അഭിമന്യു കേസ് എടുത്ത് നോക്കൂ. അഭിമന്യു കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഭിമന്യുവിനെ വെച്ചിട്ട് ഏതൊക്കെ രീതിയിലാണ് പൊതുസമൂഹത്തിൽ പ്രചരണം നടത്തിയത്, രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ അഭിമന്യുവിന്റെ കേസിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി അവസാനം സ്വമേധയാ വന്ന് കീഴടങ്ങേണ്ടുന്ന സാഹചര്യം വരെ ഉണ്ടായില്ലേ? അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പോലീസ് എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഞാൻ സംശയം ഇതുകൊണ്ടാണ് ഡോക്ടർ B ജയരാജ് ഉണ്ടാകുന്നത്. ഈ സംസ്ഥാന സർക്കാർ ഇങ്ങനെ സഹായിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അഭിമന്യു കേസിൽ പോലും ഇങ്ങനെ ഉണ്ടായി. അപ്പോൾ ഓരോ സംഭവങ്ങളിൽ ഇങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാവുമല്ലോ.
ഇവരെ സഹായിക്കുകയാണ് എന്ന്? ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഇതേ ഉള്ളൂ. ഇരയോടൊപ്പം നിൽക്കാനും നീതി നിഷേധം എതിർക്കാനും കഴിയണം എല്ലാവരും. അതിനകത്ത് ഈ ഒരു കേസിൽ സിവിൽ സൊസൈറ്റിക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന്റെ ഇടപെടലില്ലായ്മ, അതായത് ചർച്ചകളിലൂടെ ഡിബേറ്റുകളിലൂടെ ഈ ഒരു വിഷയത്തിനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല, പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടില്ല. അതിന് ഭയം കൊണ്ടാണോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ സമയത്ത് ആരും ഇതിനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ, ഇവിടുത്തെ അധ്യാപക സംഘടനകൾ, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, ഇവിടുത്തെ പോലീസ്, ഇവിടുത്തെ ഭരണകൂടം, മാറി മാറി വന്ന ഭരണത്തിലിരിക്കുന്ന ആളുകളെല്ലാം ഇതിനകത്ത് കുറ്റക്കാരാണ്. ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഉൾപ്പെടെ, ഈ സംസാരിക്കുന്നവരുൾപ്പെടെ ഇതിനകത്ത് കുറ്റക്കാരാണ്. ഇതേ കാര്യം തന്നെയാണ് മധുവിന്റെ കേസിൽ സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അല്ലാതെ ഈ സിവിൽ സൊസൈറ്റി ആണോ ഇടപെടുന്നത് ഇത്തരം കാര്യങ്ങളിൽ നിന്നുള്ള ചോദ്യത്തിൽ ജാഗരൂകരായ ചോദിക്കട്ടെ. മധുവിന്റെ കേസിൽ ആ കേസിന്റെ പ്രോഗ്രസിൽ സർക്കാർ അഭിഭാഷകന്റെ പങ്ക് എന്തായിരുന്നു, ഏത് രീതിയിലാണ് അതിൽ ആ ഇടപെടൽ ഉണ്ടായത് എന്നതിനെ പറ്റി താങ്കൾക്ക് അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കൾക്ക് അറിയാമല്ലോ അല്ലേ? ഏത് സാഹചര്യത്തിലാണ് അതിൽ ഒരു പക്ഷേ നടൻ മമ്മൂട്ടി വക്കീലിനെ കൊടുക്കുമെന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വിമർശനം ഉന്നയിക്കുമ്പോൾ സ്വയം വിമർശനം നടത്താറുണ്ട്, അല്ലാതെ ഡിബേറ്റ് അല്ല ഞാൻ പറഞ്ഞിരുന്നത്. ശ്രീ ജയരാജ്, ഞാൻ പറയുന്നത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വളരെ കൂടുതൽ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള ഒരാളിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഇല്ലാതിരിക്കുന്ന ഒരു താല്പര്യം സിവിൽ സൊസൈറ്റിയുടെ ഭാഗത്ത് നിന്ന് വന്നെങ്കിൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ എന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ ഞാൻ പൂർണ്ണമായും താങ്കളുടെ ഒപ്പമാണ്. പക്ഷേ സിവിൽ സൊസൈറ്റിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, സംസ്ഥാന സർക്കാർ പല കാര്യങ്ങളിലും ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് മമ്മൂട്ടി വേണമെങ്കിൽ വക്കീലിനെ കൊടുക്കും എന്ന് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ്. അതെങ്ങനെ മറക്കാൻ കഴിയും? അതല്ലേ ഞാൻ പറഞ്ഞ മാറി മാറി വന്ന എല്ലാ സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണെന്ന്. അത് മാറിയില്ല. അതായത് ഈ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഉടനെ CPM-ന്റെ തലയെ കൊണ്ട് കെട്ടിവെക്കുക, പിണറായി വിജയന്റെ മുമ്പിൽ കെട്ടിവെക്കുക എന്ന് പറയുന്നത് കുറെ നാളുകളായിട്ട് തുടർന്നു വന്നതാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് പിടിച്ചു, ഉടനെ CPM-കാരന്റെ ഇതോടുകൂടിയാണ് അവിടെ ഒളിവിൽ താമസിക്കുന്ന ഒരു ഭാഷ ഉണ്ടാക്കുക. അതിന് അനാവശ്യമായ ഭാഷകളാണ് ഇതൊക്കെ. ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ്. അവിടെ ഭരിക്കുന്നത് മുസ്ലിം ലീഗുകാരാണെന്ന് കൃത്യമായിട്ട് അറിയാം. മട്ടന്നൂരിൽ അവിടെ പാർട്ടി ഗ്രാമങ്ങളുണ്ട്. ആ പാർട്ടി ഗ്രാമങ്ങളിലുള്ള അറിയാത്തവരാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതിന്റെ കുന്തമന നീളുന്നത് എങ്ങോട്ടാണെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളിക്കും മനസ്സിലാവും, എല്ലാ ആളുകൾക്കും മനസ്സിലാവും കൃത്യമായിട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. എന്ത് വിഷയമുണ്ടായാലും അതിന്റെ ഉത്തരവാദി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്നും കേരളത്തിലെ ഭരണ സംവിധാനമാണെന്നും മറ്റാർക്കും ഇതിനകത്ത് യാതൊരു പങ്കുമില്ലെന്നും മാറി മാറി ഭരിച്ച സർക്കാരുകൾക്കൊരു പങ്കുമില്ല എന്ന് പറയുന്നതിനെയാണ് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള സമൂഹം അത് ചർച്ചയായിട്ട് ഉയർത്തിക്കൊണ്ട് വന്നില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്തില്ല എന്നുള്ള ഒരു സ്വയം വിമർശനത്തോടെ എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ലെന്നാണ് ഞാൻ ചോദിച്ചത്. എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല? അങ്ങനെ ഒരു സ്വയം വിമർശനം നിങ്ങൾക്ക് നടത്താൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. ഇതൊരു ഇൻട്രോസ്പെക്ഷനുള്ള ഒരു അവസ്ഥയാണ്, ഇൻട്രോസ്പെക്ഷനുള്ള അവസരമാണ്. ഇനിയൊരു ജോസഫ് മാഷ് ഉണ്ടാവാൻ പാടില്ല, ഇനിയൊരു വിഷയം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു അവസരമാണ്. അതിന് തുറന്നിട്ടിരിക്കുകയാണ്. അതിന് പകരം നമ്മൾ വീണ്ടും വീണ്ടും പൊളിറ്റിക്കൽ ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന് വേണ്ടി ഇത്തരം കാര്യങ്ങളെ സങ്കുചിതമായിട്ട് സ്വീകരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതാണ് ഞാൻ രേഖപ്പെടുത്തിയതും. അല്ല, നോക്കൂ, ഇവിടെ ശ്രീ മധുവിന്റെ കേസ് താങ്കൾ തന്നെയാണ് ഈ ചർച്ചയിൽ ഉന്നയിച്ചത്, മറ്റൊരാളല്ല. ഞാൻ ചോദിക്കുന്നത് ശ്രീ പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നടക്കുന്ന ഒരു സംഭവത്തിനെ പറ്റിയും അതിൽ എങ്ങനെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ വരേണ്ടത്, ആര് വരണം, അവരുടെ ഉത്തരവാദിത്തം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പറയുകയും അതിൽ മധുവിൻ്റെ കുടുംബത്തിന് തന്നെ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാവുകയും പിന്നീട് പൊതു രംഗത്ത് ശ്രദ്ധേയനായിട്ടുള്ള അല്ലെങ്കിൽ ആക്ടിംഗ് രംഗത്ത് ശ്രദ്ധേയനായിട്ടുള്ള ഒരാൾ വേണമെങ്കിൽ അഭിഭാഷകനെ കൊടുക്കാമെന്ന് പറയുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഇതിനെ വിമർശിക്കുന്ന സമയത്ത് ഞാൻ പിണറായി വിജയൻ സർക്കാരിനെ പറയണോ, അതോ കരുണാകരൻ സർക്കാരിനെ പറയണോ, അതോ ഉമ്മൻചാണ്ടി സർക്കാരിനെ പറയണോ? അതും കൂടി ചേർത്ത് പറഞ്ഞെങ്കിൽ മാത്രമേ ഈ വിഷയത്തിലെ നീതിയാവുകയുള്ളൂ. താങ്കൾ തന്നെ ഉന്നയിച്ച വിഷയമാണ്. നോക്കൂ, സർക്കാരുകൾ മാറി മാറി നിങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ പറയണമെന്നേ, നിങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ പറയണം. സർക്കാരിന് ഉത്തരവാദിത്തമില്ല. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ ഡോക്ടർ ബി ജയരാജ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ആ മധുവിന്റെ കാര്യത്തിൽ ഒതുങ്ങി നിൽക്കാതെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പോപ്പുലർ ഫണ്ടിന്റെ നിരോധനം മുകൾ തട്ടിലേ ഉള്ളൂ, അടിവേരുകൾ താഴെ തട്ടിലും ഉണ്ട് എന്നുള്ള ആശങ്ക കൂടി ഇത് ഉയർത്തുന്നുണ്ട്. അവിടെ ഇപ്പോൾ ആരുടെ ഉത്തരവാദിത്തമാണ്? ഇങ്ങനെ ഒരു നിരോധനം വന്നെങ്കിൽ അത് പൂർണ്ണമായ രീതിയിൽ നടപ്പാക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരും സംസ്ഥാന പോലീസും കൂടിയാണ്. അതല്ലാതെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ മറ്റു പാർട്ടികളിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ടോ, സ്ലീപ്പിംഗ് സെല്ലുകളായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങൾക്കും ഒന്നും അറിയില്ലേ എന്ന രീതിയിൽ ഇരിക്കുവാനല്ല സംസ്ഥാന ആഭ്യന്തര വകുപ്പ് വേണ്ടത്. ഈ അകമ്പടി പോകുവാൻ വേണ്ടി മാത്രമല്ല, ഇത്തരം കാര്യങ്ങളാണ് ജനങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്നത്. ഈ സ്ലീപ്പിംഗ് സെല്ലുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന്.
ഈ പോപ്പുലർ ഫ്രണ്ട് മാത്രമല്ലല്ലോ ഇവിടെയുള്ള തീവ്രവാദ സംഘടനകൾ. സംഘപരിവാറിന്റെ പല സംഘടനകളും തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ തന്നെയാണ്. അവരും എല്ലാം കൃത്യമായ നുഴഞ്ഞുകയറ്റങ്ങൾ പല പല സംഘടനകൾ കോൺഗ്രസിൽ ഉൾപ്പെടെ നടത്തുന്നതായിട്ട് നമുക്കറിയാൻ പറ്റുന്ന കാര്യമാണ്. RSSന് ഏറ്റവും കൂടുതൽ ശാഖയുള്ളൊരു സ്ഥലമാണ് കേരളം. അപ്പോൾ ആർക്കാണ് ഇതിനകത്ത് താല്പര്യം? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും പരസ്പരം ശക്തിപ്പെടുത്തുമെന്ന്. ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് മുമ്പ് നിരോധിച്ചിട്ടുണ്ടല്ലോ. നിരോധിച്ചിട്ടുണ്ടപ്പോ എങ്ങനെയായിരുന്നു RSS പ്രവർത്തിച്ചിരുന്നത്? നിരോധിച്ചപ്പോ RSS എല്ലാം പെട്ടിമടക്കി അങ്ങ് പോവല്ലായിരുന്നല്ലോ. അവിടെയും സ്ലീപ്പിംഗ് സെൽസ് ഉണ്ടായിരുന്നല്ലോ. RSS നിരോധിച്ച സമയത്ത് RSSന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് അതിന് ഡോക്യുമെന്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. RSS ഇന്ത്യയിൽ നിരോധിച്ച സമയത്ത് RSSന്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നുള്ളത് പോലെ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് ശേഷം അഥവാ ഇനി സ്ലീപ്പിംഗ് സെൽസ് ഉണ്ടെങ്കിൽ അത് പ്രവർത്തിക്കുന്നതെന്ന് തന്നെയാണ്. ഇതിനെ ഞാൻ ഒരുപോലാണ് കാണുന്നത്. രണ്ടും രണ്ട് വ്യത്യസ്ത സംഘടനകളൊന്നുമല്ല. ഹിന്ദുത്വ എന്ന് പറയുന്ന അതേ സാധനം തന്നെയാണ് ISIS. അതിന്റെ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്, രണ്ടും വർഗീയതയാണ്. ഒന്ന് ന്യൂനപക്ഷം, ഒന്ന് ഭൂരിപക്ഷം. സംഘപരിവാറും മുസ്ലിം തീവ്രവാദികളും ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. അതിനകത്തുനിന്ന് മതത്തിനെ രാഷ്ട്രീയത്തിൽ കലർത്തുകയും അതിനകത്ത് നിന്ന് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. അതെന്താണ് നമ്മൾ അങ്ങനെ കാണാത്തത്? ഒരു സൈഡിന് മാത്രം പറയുന്നത്, രണ്ട് സൈഡും നമ്മൾ കണ്ടുകൂടെ? ഇന്ത്യ ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? മണിപ്പൂരിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? അത് ഓരോ സംസ്ഥാനങ്ങളും നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവുന്നതല്ലേ? അല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു ഭീകരവാദിയാണെന്നാണോ താങ്കൾ പറയുന്നത്? അദ്ദേഹം ഒരു RSS കാരനാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഭീകരവാദിയാണെന്ന് ഞാൻ പറഞ്ഞില്ല, എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡെമോക്രാറ്റിക്കലി ഇലക്ടഡ് ആയിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ്. അല്ല, അദ്ദേഹം RSS കാരനാണല്ലോ. അക്കാര്യത്തിൽ ഷാക്കിലൊക്കെ പോകുമായിരുന്ന ആളാണ്. RSS കാരനാണ്. RSSന്റെ എല്ലാ ആളുകളും അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഓ, അപ്പൊ ചിലര് മാത്രമാണ്. ഞാൻ പറഞ്ഞത് സംഘപരിവാറിന്റെ ചില സംഘടനകൾ തീവ്രവാദ സ്വഭാവമുള്ളതാണ്. RSS എന്ന് ഞാൻ പറയുന്നില്ല. RSS എന്ന് ഞാൻ പിൻ പോയിന്റ് ചെയ്ത് പറഞ്ഞില്ല. സംഘപരിവാറിന്റെ എല്ലാ സംഘടനകളും പൊതുവെ പറഞ്ഞതാണ്, കോമൺ ആയിട്ട്. അതിപ്പോ ഹനുമാൻ സേനയാണെങ്കിലും ആയിക്കോട്ടെ, ബജ്രംഗ് ദൾ ആയിക്കോട്ടെ, RSS നിരോധിച്ച സമയത്ത് എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ചവരെ പിൻവാങ്ങുകയായിരുന്നു അല്ലല്ലോ. അല്ല, താങ്കൾ RSS നിരോധിച്ച സമയത്ത് RSS പിൻവാങ്ങുകയായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു. അല്ലല്ല, താങ്കൾ പറയുന്നത് ഒരു സൈഡിൽ RSSനെ പറയുമ്പോൾ RSS മഹാത്മാഗാന്ധി വെടിവെച്ച് വന്നത്. RSSനെ പോലുള്ള സംഘടനകളല്ലേ? ആണോ? RSS ആണോ മഹാത്മാഗാന്ധി വെടിവെച്ച് വന്നേ? അപ്പോൾ പേര് മാറ്റുമ്പോൾ ഒരു ഹിന്ദു മുന്നണി എന്ന് പേര് മാറ്റുകയും അതല്ലെങ്കിൽ ഹിന്ദു സംഘം എന്ന് പേര് മാറ്റുകയും അല്ലെങ്കിൽ പ്രമോദ് മുത്തലിഖിന്റെ സംഘടന പോലെ ഒരു സംഘടന ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഒരു പാർട്ടി ഉണ്ടാക്കുകയും അതിന്റെ പേരിൽ കുറ്റം ആരോപിക്കുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും ഇതിന്റെയൊക്കെ ആസൂത്രണം എവിടെയാണ് നടക്കുന്നത്?